മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിരുന്ന വ്യക്തിയെ രാഷ്ട്രീയക്കാരെങ്ങനെയാ ഒതുക്കിയത് എന്ന് നല്ലോണം നമുക്ക് അറിയാം. പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ഒതുക്കുന്നത് സി രാമചന്ദ്രൻ നായരെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ എങ്ങനെയാ ഒതുക്കിയത്, ഇനി ശ്രീരാം വെങ്കട്ടരാമനെ എങ്ങനെയാ ഒതുക്കുക, അതെല്ലാം ഒരു പക്ഷേ നല്ലോണം നമുക്ക് ചിന്തിക്കാം. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ഗോപാലകൃഷ്ണൻജി ഒരു നല്ലൊരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. രാജു നാരായൺ സ്വാമി എവിടെ? രാജു നാരായൺ സ്വാമിയെ കുറിച്ചിട്ടാണ് ചോദ്യം. മൂന്നാർ ശബ്ദമുഖരിതമാകുമ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ ഡെമോളിഷൻ മാനായി ചരിത്രം ആവർത്തിക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഈ ചോദ്യം ഉയരുക തന്നെ ചെയ്യും. ഒന്നാമന് പിറന്നാൾ സമ്മാനം ഇതായിരുന്നു സ്വാമിക്ക്. SSLC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയപ്പോൾ മാതൃഭൂമി പത്രത്തിന്റെ പ്രധാന തലവാചകം. പിന്നീട് റാങ്കുകളുടെ ഘോഷയാത്രയായിരുന്നോ അതോ റാങ്കുകൾ സ്വാമിയുടെ വഴിയിൽ പൂമെത്ത വിരിക്കുകയായിരുന്നോ എന്ന് സംശയിക്കാം. ഒടുവിൽ IIT-യിൽ നിന്നും 1ാം റാങ്കോടുകൂടി പുറത്തു വന്ന സ്വാമി നേരെ പോയത് അമേരിക്കയെ സേവിക്കാനായിരുന്നില്ല, സിവിൽ സർവീസിലൂടെ മാതൃരാജ്യത്തെ സേവിക്കാനായിരുന്നു. 1ാം റാങ്കോടുകൂടി അഡ്മിഷൻ, ഒരു ഫൈനൽ ഇന്റർവ്യൂവിലെ നിരവധി ചോദ്യങ്ങൾ, അതിന് നൽകിയ ഉത്തരങ്ങൾ ഓരോന്നും ക്രമപ്രകാരം ഓർത്തെടുത്ത് അടുത്ത ലക്കത്തിലെ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂവിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് വായിച്ചവർക്കൊക്കെ തോന്നിക്കാണും, ആൾ ചില്ലറക്കാരനല്ല, വെറും പഠിപ്പിസ്റ്റുമല്ല, പുലിയാണ്, പുപ്പുലിയാണ് എന്ന്. ഈ പുലിയാണ് പിന്നീട് സുരേഷ് കുമാർ IAS-നോടും ഋഷിരാജ സിംഗിനോടും ഒപ്പം എലിയെ പിടിക്കാനിറങ്ങിയ പൂച്ച. അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സ്വാമി ഇപ്പോൾ എവിടെ? കഴിഞ്ഞ വർഷം ദുബായ് അക്കാഡമിക് സിറ്റിയിലുള്ള ബിറ്റ്സ് പിലാനി കോളേജില് വിദ്യാർത്ഥികൾക്കുള്ള ശാസ്ത്ര പ്രതിഭാ പുരസ്കാര ദാനത്തിനു ശേഷം സ്വാമിയെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉജ്ജ്വലമായ ആ പ്രസംഗത്തിന്റെ പ്രസംഗത്തിന്റെ ഊർജം, തർജ്ജിമയല്ല ഊർജം മനസ്സിൽ തങ്ങി നിന്നു. പ്രസംഗിക്കാൻ വേദിയിലേക്ക് അദ്ദേഹം കയറുമ്പോൾ സ്യൂട്ടും കോട്ടുമണിഞ്ഞ മലയാളികളും നോൺ മലയാളികളും അദ്ദേഹത്തിന്റെ ലളിത വേഷവും ചെരുപ്പുകളും ശ്രദ്ധിച്ചിരുന്നു. UAE-യിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രത്യാശയും പകരുന്ന വാഗ്ധോരണിയായിരുന്നു ത്രസിച്ചു നിന്ന സദസ്സിന് രാജു നാരായണ സ്വാമി നൽകിയത്. ഹിന്ദിക്കാരും മറ്റുള്ളവരും നമ്മുടെ ഈ കേരള പുലിയെ ആദ്യമായി അന്ന് അറിഞ്ഞു. കലാമിന്റെ അഗ്നിച്ചിറകുകളെ അനുസ്മരിക്കുന്ന വാക്കുകളായിരുന്നു അത്. യാത്ര ചെയ്യുമ്പോൾ ആകാംക്ഷയോടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം അദ്ദേഹം വളരെ അപ്രധാനമായ ഒരു വകുപ്പിന്റെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി. ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ചീഫ് സെക്രട്ടറി പോലും ആകാൻ സാധ്യതയില്ല. കേരളത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയം അതിനനുവദിക്കില്ല. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വരെ ഒരു IAS-കാരന് ജോലി ഉയരാം. നമ്മുടെ പഴയ കണ്ണൂർ ജില്ലാ കളക്ടർ അമിതാഭ് കാന്തിനെ പോലെ നീതി ആയോഗിന്റെ CEO ഒക്കെ ആകാം. പക്ഷേ റാങ്കുകളുടെ യജമാനന് കേരള കാഡറില് IAS നഷ്ടക്കച്ചവടമായിരുന്നില്ലേ? IAS-ന് വേണ്ടി മക്കളെ പ്രചോദിപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഇത് നിരാശ പകരില്ലേ? എത്ര പഠിച്ചാലും പഠിപ്പില്ലാത്ത MM മണിയുടെ ആജ്ഞ അനുസരിക്കേണ്ട നിവൃത്തികേടായില്ലേ കേരളത്തിലെ IAS? ഇപ്പോൾ ഇതാ
IAS പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടങ്ങി രാഷ്ട്രീയക്കാരെ കുടിയിരുത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. മാനസിക രോഗ ആശുപത്രിയിലേക്ക് ഇത്രയും ഉജ്ജ്വലരായ കഴിവുള്ള IASകാരെ അയക്കേണ്ടി വരുമെന്ന് എഴുതാനും വായിക്കാനും നേരെ ചൊവ്വയെ പോലും അറിയാത്തൊരു മന്ത്രിയുടെ വീമ്പളക്കല് കേരളത്തിന്റെ ശാപം. IASകാരുടെ ദുർഗതി, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഇന്നത്തെ അവസ്ഥ. സത്യസന്ധത ജാവ പോലെ ഈസി അല്ല. സത്യസന്ധത ജാവ പോലെ ഈസി അല്ല. രാഷ്ട്രീയക്കാരെ പോലെ പവർഫുള്ളുമല്ല. എല്ലാ അംഗീകാരങ്ങളും നേടാൻ കഴിവുള്ള രാജു നാരായണ സ്വാമിക്ക് കേരളം നൽകിയ അംഗീകാരം നായനാരുടെ ഈ വാക്കുകളാണ്. EK നായനാരുടെ ഈ വാക്കുകളാണ് കേരളം നൽകിയ അംഗീകാരം. ഓന് ബുദ്ധി കൂടിയതിന്റെ പ്രശ്നമാണ് നായനാർ രാജു നാരായണ സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. അവന് അല്ലെങ്കിൽ ഓന് ബുദ്ധി കൂടിയതിന്റെ പ്രശ്നമാണ്. അതെ, എഴുതാനും വായിക്കാനും ചൊവ്വേ നേരെ അറിയാതെ നാടിനെയും നാടിന്റെ സംസ്കാരത്തെയും നാട്ടുകാരെയും മുടിപ്പിച്ച് കട്ടും പറ്റിച്ചും ചതിച്ചും ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കി മുമ്പോട്ട് പോയ ഒരു വിഭാഗത്തിന് രാജു നാരായണ സ്വാമിയെ പോലെയുള്ളവരും ശ്രീറാം വെങ്കിട്ടരാമനെ പോലെയുള്ളവരൊക്കെ കണ്ണിൽ കരട് മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ നടപ്പാതയിലെ നിരന്തരം മുള്ളുകളാണ്. നായനാരുടെ കാലം മുതൽ അവഗണിക്കപ്പെടുകയും രാഷ്ട്രീയക്കാരുടെ നിര്യാതന ബുദ്ധിക്ക് ഇരയാവുകയും ചെയ്ത സ്വാമി സത്യസന്ധത ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹത്തിന് എതിരെ ഭാര്യാപിതാവ് തന്നെ തിരിഞ്ഞപ്പോൾ വിവാഹ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വന്നു സ്വാമി. കമ്പ്യൂട്ടർ സയൻസില് IIT ഗോൾഡ് മെഡലിസ്റ്റായ സ്വാമി അപ്രധാനമായ ഒരു ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സേവനം വേണ്ട വിധം ഉപയോഗിച്ചിരുന്നെങ്കിൽ സാക്ഷര കേരളം എത്രയോ മുന്നേ ഡിജിറ്റൽ കേരളമായി രാജ്യത്തിന് മാതൃകയായേനെ. കുളം തോണ്ടിയാൽ ബിരിയാണി പോലുള്ള കോഴിക്കോടൻ കളക്ടർമാരുടെ ചവറു പരിപാടികൾക്കൊന്നും അദ്ദേഹത്തെ കിട്ടില്ല. ഫേസ്ബുക്കിലെ ലൈക്കുകളും ഷെയറും സ്വാമിക്ക് വേണ്ട. പക്ഷേ കലാമിനെ പോലെ അവസരം കിട്ടുമ്പോഴൊക്കെ യുവതയെ പ്രചോദിപ്പിക്കാൻ സ്വാമി ഓടിയെത്തുന്ന തറയാം. പണത്തിന്റെയും പദവിയുടെയും പിന്നാലെ പോകാതെ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെടാൻ തയ്യാറായ ഒരു മനസ്സാണ് സ്വാമി. അർഹിക്കുന്ന പദവികൾ അകന്നു പോകുമ്പോഴും സത്യസന്ധതയെ മുറുകെ പിടിക്കുന്ന ഈ മനുഷ്യനെ വരും തലമുറ അതിശയത്തോടെ നോക്കിക്കാണും. അതാണ് അദ്ദേഹത്തിന്റെ കാലത്തെ വെല്ലുന്ന വിജയം. അതാണ് അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുള്ളത്. എന്ത് നഷ്ടപ്പെട്ടാലും സത്യസന്ധത നഷ്ടപ്പെടരുത്. സ്വാമിക്ക് അഭിവാദ്യങ്ങൾ. ശ്രീറാം വെങ്കിട്ടരാമനും അഭിവാദ്യങ്ങൾ. ഒന്നുകൂടി ശ്രീറാം വെങ്കിട്ടരാമനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ച ഗൂഗിൾ എന്ന് പറയുന്ന കളക്ടർക്കും അദ്ദേഹത്തിന്റെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ രാഷ്ട്രം തളരാതിരിക്കട്ടെ, ഈ രാഷ്ട്രം തകരാതിരിക്കട്ടെ, ഈ രാഷ്ട്രം വരളാതിരിക്കട്ടെ. ധന്യമായ മനുഷ്യര് വിദേശത്തേക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പോയാൽ ഇതേപോലെയുള്ള ആരാധ്യനായ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ തിരിച്ചു പറഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ളവർക്ക് പാദസേവ ചെയ്യാനും അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാനും അവരെ സെല്യൂട്ട് ചെയ്യാനുമുള്ള ഗതികേട് തന്നെയാ ഭൂമിയിലെ നരകം. ആകാശത്തിന് മുകളിൽ ഒരു സ്വർഗമോ ഭൂമിക്ക് താഴെ ഒരു നരകമോ ഉണ്ടാവില്ല. ഈ മക്കളെ നൊന്തും വേദനിച്ചും പഠിപ്പിച്ച് മക്കള് രാപ്പകലില്ലാതെ IAS IPS ഒക്കെ എടുത്ത് ഇതുപോലെയുള്ള പലരുടെയും മുമ്പിൽ സെല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ഗതി വന്നില്ലല്ലോ എന്നൊരു സന്തോഷം. പലപ്പോഴും അവരെ കാണുമ്പോൾ ദുഃഖവും വേദനയും അല്ല തോന്നുന്നത്, ഒരു തരത്തിൽ പറയാൻ പാടില്ലാത്ത വികാരം, അറപ്പ്. പ്രണാമം, നമസ്കാരം.